നയന ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മുഖം തരാതെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെ വിനോദം എന്ന് പറയും. ഞാൻ അവിടേക്ക് ചെന്ന് തന്നെ ആദർശേട്ടൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണ്, പിന്നെ അച്ഛന് വിഷമാവല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം അവിടെ പിടിച്ചു നിന്നത്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയി അന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേനെ എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ദിവസം കൂടെ നോക്കാം, ആദർശേട്ടന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നോക്കാമെന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അയാളെ എടുത്ത് തന്നിട്ടുള്ള ഈ വീട് ഒഴിഞ്ഞു കൊടുക്കാം എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട് വേണ്ട, നമുക്ക് വല്ല വാടക വീട്ടിലും പോയി താമസിക്കാം, മോൾ ഇവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശ് മോൻ്റെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ പ്രശ്നം അധികം ഒന്നും മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നയനിനോട് കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം നയനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. പിന്നീട് ദേവയാനിയാണെങ്കിലും സിറ്റ് ഔട്ടിൽ ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ജയൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ജയൻ ചെന്നിട്ട് ദേവയാനി എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കണ്ണ് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താ കരഞ്ഞോ എന്ന് ചോദിക്കും. ഏയ് ഞാൻ കരഞ്ഞൊന്നുമില്ല എന്ന് പറയും. പിന്നെ നീ എന്തിനാ ഇപ്പോൾ കണ്ണ് തുടച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനിയോട്. അപ്പോൾ ദേവയാനി ജയനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ശേഷം അച്ഛനോടും അമ്മേനോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു അവസരം അവരായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിങ്ങനെ എൻ്റെ അച്ഛനെയും അമ്മയെക്കാളും ഇഷ്ടമാണ് ജയേട്ടൻ്റെ അച്ഛനെയും അമ്മേനെയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരെക്കാളും എൻ്റെ അച്ഛനെയും അമ്മേനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് ജയേട്ടൻ്റെ അച്ഛനെയും അമ്മേനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, അതുപോലെ സ്നേഹിക്കേണ്ട മറ്റൊരാളും കൂടി ഇവിടെ ഉണ്ട് എന്ന് പറയും കേട്ടോ. നൈനമോള് എന്ന് പറയും. അവളെ നീ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി ജയനോട് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവളെ സ്നേഹിക്കാത്തതുകൊണ്ടല്ലോ അവൾ വീട് വിട്ടു പോയത്, ആദർശവും അവളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ പോയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, ഇങ്ങനെ മകനും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിൽ അമ്മായിമ്മ പോലും സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ, ആ സമയത്ത് മരുമകളെ അമ്മായിമ്മ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പോയത് എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, അതൊന്നും നീ നിന്റെ മോനോട് തന്നെ ചോദിക്കുക, എന്തായാലും അവനെ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, നിന്നോട് എന്തൊക്കെയോ സംസാരിക്കണം എന്ന് പറഞ്ഞു, അവൻ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോഴും ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് തീരുമാനം എടുത്തെന്ന്. അതൊന്നും എനിക്കറിയില്ല, നീ വന്ന് സംസാരിക്കുക, അവിടെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് ദേവയാനിനെ വിളിച്ചു കൊണ്ടുപോവാണ്. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരു കത്ത് എഴുതി വെച്ചിട്ട് നയന ഇവിടുന്ന് പോയി അവളുടെ വീട്ടിലേക്ക്, അങ്ങനെ തന്നിഷ്ടത്തിന് നടക്കുന്ന ഒരുത്തിനെ ഇനി പിറകെ പോയി വിളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെ വിളിക്കാനും പോകുന്നില്ല, ഈ വീട്ടിൽ നിന്ന് അവിടേക്ക് ആരും പോവരുത് അവളെ വിളിക്കാനായിട്ട് എന്നും കൂടെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമികയും ജലജയൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ ആദർശാണെങ്കിലും പറയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ അവളിങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അവളുടെ വീട്ടിലേക്ക് പോയതല്ലേ, ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം അങ്ങ് സാധിപ്പിച്ചു കൊടുക്കാനാണ് എൻ്റെ തീരുമാനം, അവൾ അവിടെ തന്നെ നിന്നോട്ടെ, ബന്ധം പിരിയാം, ഇനിയിപ്പോൾ രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേസും വഴക്കൊന്നും ഇല്ലാതെ ഇത് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ, ഇനിയിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് എൻ്റെ ഭാഗം ഇങ്ങനെ ഇതാക്കാൻ എനിക്ക് അറിയാമെന്ന് ആദർശ് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ മോനെ നീ പറയുന്നതെന്നൊക്കെ ദേവയാനി ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ ഞാൻ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ, ഒരു ഡിവോഴ്സിനെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയൂ കേട്ടോ. നയനേനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും പിന്നീട് ദേവയാനിയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ജയനൊക്കെ ഇങ്ങനെ കുത്തി പറയുന്നുണ്ടായിരുന്നു, ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നല്ല വിഷമമുണ്ട്, പക്ഷേ ഏട്ടത്തിക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ സത്യസന്ധത ഇല്ലാത്ത ഒരുത്തിനെ കൂടെ താമസിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെയാണ് ആദർശ് പറയുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നത്, നൈനമോളെ ഇവൻ വിട്ട് കളയുന്നതിൽ ഞങ്ങൾക്കും സങ്കടമുണ്ട്, പിന്നെ ഇവരിങ്ങനെ പ്രായം പക്വതയൊക്കെ ആയവരാണല്ലോ, അവരുടെ കാര്യം അവരെന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് മുത്തശ്ശനും പറയുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയും, എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അവളില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അച്ഛനെയും മുത്തശ്ശനെയും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയും, അങ്ങനെ പറയാൻ അവന് വോയിസ് ഇല്ലല്ലോ, അതവൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദർശും നയനയും തമ്മിലുള്ള ബന്ധം പിരിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടല്ലോ. അപ്പോൾ ജലജയാണെങ്കിലും പിന്നീട് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, അത് പറയാൻ അതെന്തായാലും തൽക്കാലം ഇപ്പോൾ അപ്പച്ചി അറിയണ്ട, പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ആദർശിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിലും ജലജയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കെന്താ വിഷമമായോ എന്ന് ചോദിക്കും. അപ്പോൾ ജലജ പറയും, അബിയാണെങ്കിലും നവ്യനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നല്ലോ, ഞാനും അതിന് സപ്പോർട്ടായിരുന്നു, പക്ഷേ ഇവിടെ ഉള്ളവരല്ലേ ഇങ്ങനെ ഈ തറവാട്ടിലെ ബന്ധം പിരിയുന്ന ഒരു ഏർപ്പാടില്ല എന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ എന്താ ഇപ്പം ഇങ്ങനെ ഒരു എടിപിടിന്ന് വെച്ചിട്ടുള്ള ഒരു തീരുമാനം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും ആദർശ് ബന്ധം പിരിയാന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അത് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നങ്ങ് ദേഷ്യത്തിലൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും അതൊന്നും പുറത്തങ്ങ് കാണിക്കുന്നില്ല. എന്തായാലും അനാമികയ്ക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നീട് അവരുടെ സന്തോഷ പ്രകടനമാണ് കേട്ടോ. ജാനകി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ജലജ അനാമികനോട് പറയുന്നുണ്ടായിരുന്നു, മോളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു എന്ന് പറയും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു എന്ന് പറയാണ്. പിന്നീട് അതുപോലെ തന്നെ ആദർശാണല്ലോ നയനേനെ ബന്ധം പിരിയാന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ നടക്കും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നത്. പിന്നീട് നവി ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് എന്ന് പറയും. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അവളെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അവളിങ്ങനെ ആത്മാഭിമാനമുള്ള കൂട്ടത്തിലൊന്നല്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊക്കെ ജനിച്ചാൽ പിന്നെ അവളെ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്കും കുഞ്ഞിനും വേണമെങ്കിൽ ചെലവിന് കൊടുക്കാം, എന്നാലും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ ജലജ പറയുന്നത്. അനാമികയാണെങ്കിലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നയന ഇവിടുന്ന് പോയിട്ടുണ്ടാവുക ഇനിയിപ്പോൾ വില പേശാനായിരിക്കുമോ എന്ന് പറയൂട്ടോ. അവൾ ഇവിടുന്ന് പോയ സമയത്തൊക്കെ അവളെ വലിയ വില കൊടുത്തല്ലേ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറയും. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആദർശിനും നയനയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാനുള്ള ഇടയില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇങ്ങനെ അവൾ മൂർത്തിസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ അല്ലേ, ഇനിയിപ്പോൾ എന്ത് വില കൊടുത്തും അവളെ ഇവിടെ പിടിച്ചു വെക്കേണ്ടി വരുമല്ലോ, മറ്റുള്ള ജ്വല്ലറിക്കാർ കൊത്തിക്കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നില്ല, ആദർശം നയനയും തമ്മിലാണല്ലോ പ്രശ്നം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയോടാണെങ്കിലും അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ച് ഈ കാര്യമൊക്കെ ഒന്ന് പറയേ, അവരും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അനാമിക പറയും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയും. പിന്നീട് രേവതിയും വേണും കൂടെ ഈ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ മോളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവളും അവളുടെ അനിയത്തിക്കും കൂടെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവൾ തന്നെ പുറത്തു പോയല്ലോ എന്ന് പറയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ബന്ധം പിരിയാന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കിളവൻ ചതിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ മോക്ക് വേണമെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാലോ, നയന അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല. കാരണം അനിയനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ലല്ലോ, അവളുടെ മനസ്സിൽ വേറൊരു പയ്യനാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അനിയായിട്ട് ഒത്തു പോവില്ല എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ വേറൊരു പയ്യനാണുള്ളത്, പിന്നെ അനിയനെ സ്നേഹിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് കൂടുതൽ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് പുറത്ത് വെച്ച് ആ പയ്യനുമായിട്ട് അവൾ കറങ്ങുന്നൊക്കെ കാണാറുണ്ട് എന്ന് പറയൂട്ടോ. അപ്പൊ എന്തായാലും അനന്തപുരിയിൽ നിന്ന് നമ്മുടെ മോള് പടിയിറങ്ങുന്ന സമയത്ത് രാജകീയമായിട്ട് പടിയിറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ അവൾ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. പിന്നീട് വേണു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ തന്നെ വിഷുവിന് ദേവയാനി മോൾക്ക് കൊടുത്തത് ഒരു 5-6 പവന്റെ മാലയല്ലേ, അപ്പൊ അവിടുന്ന് കിട്ടാനുള്ളതെല്ലാം അതുപോലെ ഇങ്ങനെ കിട്ടട്ടെ, അതിനുശേഷം മോൾ അവിടുന്ന് ഇങ്ങനെ പടിയിറങ്ങിക്കോളും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജലജയാണെങ്കിലും അബിനോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയാണ്. അപ്പോൾ നയനയും അതുപോലെ തന്നെ ആദർശവും തമ്മിൽ ബന്ധം പിരിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അമ്മ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട, ആദർശേട്ടനെ അവളില്ലാതെ പറ്റില്ല എന്ന് പറയട്ടോ. അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നവ്യാണെങ്കിലും ഒരു അമ്മയാവാൻ പോവുകയാണല്ലോ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് തന്നെ. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ആദർശ് ഇങ്ങനെ നയനേനെയും കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ അമ്മയാവാൻ പറ്റില്ല എന്ന് എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഒരുത്തിനായിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോകണ്ടെന്ന് അവനങ്ങ് തീരുമാനിച്ച് കാണും എന്നൊക്കെ ഇങ്ങനെ ജലജ ഓരോന്നങ്ങ് മെനഞ്ഞ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അഭി തന്നെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ്, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്ന് പറയടാ, എന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നീ അതിൻ്റെ പിന്നാലെ പോകുന്നതാണല്ലോ, ഇതിപ്പോൾ എന്താ നിനക്ക് പറ്റിയത്, നിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ എന്താ ഉള്ളതെന്ന് ഇവിടെ ആർക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ജലജയാണെങ്കിലും. അപ്പോഴാണ് കേട്ടോ അനഘയുടെ കോള് വരുന്നത്. അപ്പോൾ ജലജയുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് അങ്ങ് കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അനഘയാണെങ്കിലും പറയുന്നത്, പറഞ്ഞ സമയം നാളത്തോടെ തീരും, അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആയിരിക്കില്ലേ ഞാൻ വിളിക്കുക, നിന്റെ മുത്തച്ഛനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അനഘ കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിക്കാണെങ്കിലും ആകെ പേടിയാണ് കേട്ടോ. അപ്പോൾ ജലജ പെട്ടെന്ന് അബിയുടെ തോളിലങ്ങ് കൈ വെക്കുന്ന സമയത്ത് അബി പെട്ടെന്ന് അങ്ങ് ഞെട്ടി തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജലജ ചോദിക്കുകയും ചെയ്യട്ടോ, എന്താടാത്, ഇത് ഞാനാണ്, നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് ചോദിക്കും. ആരാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആരാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയോന്നിങ്ങനെ ദേഷ്യത്തോടു കൂടിയാണ് അബി ഇങ്ങനെ ജലജയനോട് ചോദിക്കുന്നത്. അപ്പോൾ നിനക്കറിയാവുന്ന ആരോ ആണല്ലോ വിളിച്ചത്, എനിക്കറിയാത്ത, അപ്പോൾ എന്താടാ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ ആകെ പ്രശ്നമാണ്, ഞാനിപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് നാട് വിട്ടു എന്ന് തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നവ്യയും അതുപോലെ തന്നെ നയനിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്, അങ്ങനെ ആദർശേട്ടൻ്റെ മനസ്സിലേക്ക് എൻ്റെ അമ്മായിയമ്മയെ അതുപോലെ അനാമിക എന്തൊക്കെയോ വിഷം കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ നയനിയും ആദർശവും തമ്മിൽ പിരിയുന്നത്
നവ്യ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനും അബിയും തമ്മിലായിരുന്നല്ലോ എപ്പോഴും പ്രശ്നം. അപ്പം എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കനകയെ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ശരിയാണ് നവ്യമോള് പറഞ്ഞത്. അനാമികയെ അതുപോലെ തന്നെ ഇങ്ങനെ അബിയുടെ അമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞാലൊന്നും ആദർശേട്ടൻ കേൾക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നയന. ഞങ്ങൾ തമ്മിൽ ആദ്യം തീരുമാനിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യം മറച്ചു വെക്കില്ല എന്നുള്ളത്. പിന്നീട് അമ്മയുടെ കാര്യം മാത്രമാണ് അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാതിരുന്നത്. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ ആദർശേട്ടനോട് മറച്ചു വെച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആദർശേട്ടൻ നിന്നെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മായിമ്മേനെ ഇട്ടൊന്ന് കൊടയും എന്ന് അറിയിട്ടോ. അപ്പോഴേക്കും അബി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യാണെങ്കിലും അബീനോട് പറയുന്നുണ്ടായിരുന്നു, നീ വന്നോ, നിന്റെ അമ്മയുടെ കാര്യം തന്നെയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താടാ നിന്റെ ഏട്ടനെ പറ്റിയെന്നൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ അബിക്ക് ആണെങ്കിലും ഒന്നും അറിയില്ല. അപ്പം ഞാനും നവ്യയും തമ്മിലാണല്ലോ എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ സ്വഭാവം മാറിയപ്പോൾ ഇങ്ങനെ ആദർശേട്ടന് എന്താ പറ്റിയെന്ന് അറിയില്ല, എന്താ ഏട്ടത്തി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ നയനയോടും ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും അബീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അഭിനയിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അബി ആണെങ്കിലും ഇങ്ങനെ നവ്യയുടെ ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.